എന്റെ ഏതൊക്കെ പടം ഇറങ്ങി, ഏതൊക്കെ പടം നല്ലതായിരുന്നു, ഏതൊക്കെ പടം മോശമായിരുന്നു എന്ന് അറിയോ? ഇല്ല. 2 കേസ് അറിയാം അല്ലേ? മെയിനായിട്ട് അടിപൊളിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് ഓടിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്? പക്ഷെ അതിനായിട്ട് ഓടിയ വാർത്തകളൊക്കെ ഉണ്ട് ഇവിടെ. അതിന് ഫോൺ ചാടിയതും ഓടിയതൊക്കെ അല്ലേ? അതൊക്കെ ഇമ്മാരി ഇട്ടിരുന്നോളെ നാഷണൽ ചാനലില്. കണക്കിടുന്ന ആൾക്കാരൊക്കെ എത്രത്തോളം സിനിമകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നഷ്ടക്കച്ചവടമാണെങ്കിൽ അവർ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡിയോസിന്റെ അണ്ടറിലോട്ട് മാറാൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് വരാൻ ഭയങ്കര കുറവായിരിക്കും. പണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ചെറിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയായിട്ടൊന്നും ബന്ധമില്ലാത്ത പുതിയ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം ആ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് കണക്കുകൾ കാണിക്കുമ്പോൾ അവരിങ്ങോട്ട് വരാൻ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആൾക്കാരിൽ മാത്രമേ ഇൻഡസ്ട്രി ഇരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞ വലിയ വലിയ സ്റ്റുഡിയോസ് ബോളിവുഡിലൊക്കെ സംഭവിക്കുന്ന പോലെ വലിയ വലിയ സ്റ്റുഡിയോസ് ബാക്കപ്പ് ചെയ്തോളും. അവിടെ സ്റ്റാർഡമായ സിനിമകൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ. കൂടുതലുള്ള കൂടുതലുള്ള സിനിമകളൊക്കെ സംഭവിക്കണമെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ് വരാൻ പാടായിരിക്കും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അതെനിക്ക് പറയാമോ? ഇതുമായി ബന്ധപ്പെട്ട് നരിവേട്ടയുടെ ഡയറക്ടറിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന്റെ അത് വളരെ രീതിക്ക് ഫേസ്ബുക്ക് നമ്മൾ വായിച്ചവർക്കറിയാം. അത്തരം ഒരു തന്റെ അടുത്തോട് വരാൻ പോലും ചില ഡയറക്ടർമാർ പോലും വരുന്നില്ല എന്നുള്ളതാണ്. അലീക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് അലീഖിനെ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? കാരണം അതൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മള് ലോകത്തെ സിനിമ ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ടത് ഒരു പ്രൊഡ്യൂസറാണ്. നല്ല തിരക്കഥയുണ്ട്. 100 പയ്യന്മാരെ എനിക്കറിയാം. നമ്മുടെ ഒന്ന് കഥ പറയാറുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ ഇല്ല. പ്രൊഡ്യൂസർ വരാത്ത കാരണം വേറെ ഇവിടെ ആരും വേണ്ട എന്നുള്ള ചില ആളുകളുടെ തീരുമാനമാണ്. അങ്ങനെ ഞാൻ രാജ്മാനോഹരൊന്നും വേണ്ട. അത് നട്ടല് നിർത്തി പറയാൻ പറ്റും. രാജ്മാനോഹർ വലിയ സിനിമ ചെയ്തുകൊണ്ട് അങ്ങനെ പറയാം. ഞാനിത് മാധ്യമങ്ങളുടെ നിങ്ങൾക്ക് അറിയണം, നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള തന്നെയാണ്. അത് നല്ല സിനിമ വരുന്നത് അതല്ല. ഇവിടെ പ്രൊജക്ടിനാണ് പ്രാധാന്യം. ഇയാൾക്ക് ഇത്ര കൂടി, അയാൾക്ക് ഇത്ര കൂടി, ഇതൊക്കെ കൂടി നമുക്ക് എത്ര കൂടി. അപ്പൊ ബാക്കിയുള്ളവർ പുറത്തേക്ക് ഓടി. കഴിവുള്ള പിള്ളേർക്ക് അവസരം കിട്ടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ഡേറ്റ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് ചെയ്യാനുള്ള പ്രൊഡ്യൂസർ വേണം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്ത് വേണം. ഇപ്പൊ ബേസിൽ നിങ്ങൾ വന്ന സമയത്ത് ഒരു പ്രിയമ്പത കാതരയാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടു. അങ്ങനെ അവസരങ്ങളുള്ള വളരെ ചുരുക്കം ഭാഗ്യവന്മാർക്കാണ് സിനിമ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ഞാൻ ഈ സിനിമയിൽ പിന്നെ 5 വർഷം വർക്ക് ചെയ്യുന്നതാണ്. ഇത് പോകേണ്ട ഒരു സിനിമ ഇടയ്ക്ക് നിർത്തിയിട്ട് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡ്യൂസർമാരുടെ കാര്യം ഇതാണ്. അവർക്ക് വേണ്ടി ഇപ്പൊ ഒരാളും നിർമ്മാതാക്കളുടെ ആയിട്ട് വരുന്നവരല്ല. അതൊരു ലോബിയാണ്. അത് അവർക്ക് ആരും പുള്ളിക്ക് വേറെ ആൾ കാണാൻ പറഞ്ഞു. ഇപ്പൊ ഈ സംഘടനകൾ ഞാൻ സംഘടനയെ കുറ്റം പറയാം, എല്ലാ സംഘടന നല്ലതാണ്. പക്ഷെ ഈ സംഘടനയുടെ ആ ഭാഗത്തുള്ള സംഘടനകൾ, തൊഴിലാളി സംഘടനയുടെ കാര്യമല്ല പറയുന്നത്. ബാക്കിയുള്ള സംഘടനകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. പുതിയൊരാള് നിങ്ങൾ അലിയൊക്കെ പറയും, പുതിയൊരാള് വന്നിട്ട് എത്ര ദിവസം ഒരു സംഘടനയിലേക്ക് ഞാൻ 3-4 സംഘടനകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിലെത്താൻ ഇത്ര കാലം ഒരാൾ വന്നിട്ട്. ഞാൻ ഓൺലൈൻ മീഡിയക്കാരനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീ പറയും സിനിമാക്കാരനാൻ വേണ്ടിയിട്ടാണ് ഇതിലെ നമ്മളെപ്പോലെ അന്ന് ക്യാമറ പിടിച്ചത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സംവിധായകനാണെന്ന് അഭിനയിക്കാനോ വന്നിട്ടുള്ളതാണ്. ആരാണ് ഇതിൽ മീഡിയക്കാരനാൻ വേണ്ടി മാത്രമുള്ള ആരെങ്കിലും ഉണ്ടാ? അപ്പൊ സിനിമയ്ക്ക് വേണ്ടിയാണ്. ഞാനിപ്പോ എന്റെ സിനിമയിൽ എല്ലാവരും പറയുന്നത് ഒരു കുടുംബം പോലെ ഏതെങ്കിലും കുടുംബത്തിൽ വന്നിരുന്നിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയുമോ? ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളുള്ള ഒതുക്കി അത് തീർത്ത് മുന്നേറാനല്ലേ ആരും അറിയാതെ. അങ്ങനെ ഒരാൾ കുടുംബത്തിൽ തന്നെ കുത്തി പറയുമ്പോ അത് കുടുംബത്തിനെ നന്നാക്കാനാണോ മോശമാക്കാനാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ നിങ്ങൾ വീണ്ടും ചോദ്യങ്ങളായിട്ട് നമ്മളടുത്ത് വരേണ്ട കാര്യമില്ല. അത് പറയുന്നവരങ്ങോട്ട് പറയാ, ചെയ്യുന്നവരങ്ങോട്ട് ചെയ്യാ. ചെയ്യുന്നവരെന്നും ചെയ്തുകൊണ്ടിരിക്കുക, കുറ്റവും കെട്ടുകൊണ്ടിരിക്കും, പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് സന്ധ്യക്ക് എന്തെങ്കിലും പറയേണ്ടതാണോ? സന്ധ്യ നമുക്ക് വേണ്ടി സന്ധ്യ അവസാനം പറയും. 9-ാം തീയതി സിനിമ. അപ്പോ നമ്മുടെ സിനിമയാണ്. ഓൺലൈനിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സിനിമയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇത് തുടങ്ങിയതും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊക്കെ ആയ വ്യക്തിയാണല്ലോ. പുള്ളിയുടെ പടം ഒന്ന് ഹിറ്റാക്കി കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണെങ്കിലും പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ വഴി പടങ്ങൾ ഹിറ്റാക്കും നമ്മൾ ശ്രദ്ധിക്കാം അല്ലേ? പറ്റുമോ? നോക്കാം. നമ്മള് ട്രൈ ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ അടുത്ത പടം എൻ്റെ ഒപ്പം ഇട്ടായിരുന്നു. എടാ നമ്മളൊരു പടം ഇറങ്ങുന്ന സമയത്ത് ഈ പടത്തിന് മുന്നേ മാത്രം പോരാ അതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂസ് എടുക്കാൻ വരിക, അതിന്റെ പ്രസ് മീറ്റ് എടുക്കാൻ വരിക, അതിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് എളുപ്പമാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭാവിയിൽ ഇതുകൊണ്ട് തന്നെ ജീവിക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. നമ്മള് മനസ്സിലായില്ലേ, ഇതുണ്ടെങ്കിൽ അതുള്ളൂ, അതുണ്ടെങ്കിൽ ഇതുള്ളൂ എന്ന് പറയില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോ. ഇടയ്ക്ക് കുറച്ച് എൻ്റെ ഏതൊക്കെ പടം ഇറങ്ങി, ഏതൊക്കെ പടം നല്ലതായിരുന്നു, ഏതൊക്കെ പടം മോശമായിരുന്നു എന്ന് അറിയോ? ഇല്ല. 2 കേസ് അറിയാം അല്ലേ? മെയിനായിട്ട് അടിപൊളിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് ഓടിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്? പക്ഷെ അതിനെക്കാട്ട് ഓടിയ വാർത്തകളൊക്കെ ഉണ്ട് ഇവിടെ. അതിന്റെ മുകളിൽ ചാടിയതും ഓടിയതൊക്കെ അല്ലേ, അതൊക്കെ ഇമ്മാരി ഇട്ടായിരുന്നു നാഷണൽ ചാനലില്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ.